ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പഴത്തൊലിയും പഴവും കൊണ്ടിട്ടുള്ള ഒരു സ്ക്രബ്ബറും അതുപോലെ തന്നെ ഒരു ഫേസ് പാക്കുമായിട്ടാണ്. ഇത് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, പക്ഷേ എല്ലാവരും ചേർത്തിട്ടില്ലാത്ത കുറച്ച് ഇൻഗ്രീഡിയൻസ് സ്പെഷ്യലായിട്ട് ഇതിലുണ്ട്. അപ്പോൾ ഇതുപോലെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈൻസ്, റിങ്കിൾസ്, മുഖക്കുരുവിൻ്റെ പാടുകൾ ഇതെല്ലാം മാറുന്നതിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുത്താൽ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഏത് രീതിയിലുള്ള പഴവും നമുക്ക് ഈ പാക്ക് അല്ലെങ്കിൽ സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോബസ്റ്റ പഴമാണ്. പക്ഷേ എനിക്കിവിടെ ഈ ഒരു പഴം മാത്രമേ ഇപ്പം തൽക്കാലം അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതും നല്ല ബെസ്റ്റ് തന്നെയാണ്. നമ്മുടെ സ്കിന്നൊക്കെ ടൈറ്റാക്കി എടുക്കുന്നതിനും കൊളാജൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആക്കുന്നതിനും ഒക്കെ നല്ലതാണ് പഴം. അപ്പോൾ പഴത്തിൻ്റെ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരല്പം പഴം, ഒരു പകുതിയിൽ താഴെ പഴം കൈകൊണ്ടൊന്ന് ഉടച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനെ ഒന്ന് ബ്ലെൻഡാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള പാല്, പച്ചപ്പാൽ, അതായത് കാച്ചാത്ത പാലാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പം പഴവും പാലും കൂടെ മിക്സിയിലോ അല്ലെങ്കിൽ കൈകൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ അതേ മിക്സിയിൽ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് ഇരിക്കേണ്ടുന്നത്. ഒരുപാട് പാലൊഴിച്ച് ഒരുപാട് നീട്ടരുത്. നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. മുഖം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നൊരു പാക്കാണ്. ഒരു പ്രശ്നവുമില്ല. നല്ല സ്കിൻ നല്ല ടൈറ്റായി കിട്ടുന്നതിനും അതുപോലെ മുഖക്കുരു വന്ന പാടുകളും റിങ്കിൾസ്, ചുളിവുകൾ ഒന്നും വരാതിരിക്കുന്നതിനും, അഥവാ റിങ്കിൾസ് വന്നിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിങ്കിൾസ് പെട്ടെന്ന് തന്നെ മാറുന്നതിനും സഹായിക്കുന്ന ഒരു പാക്കാണിത്. അപ്പോൾ ഇട്ടതിന് ശേഷം ഇതിനെ പ്രത്യേകിച്ച് മസാജ് ചെയ്യുകയൊന്നും വേണ്ട. ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15-20 മിനിറ്റ് വരെ ഒന്ന് ഉണങ്ങാൻ അനുവദിക്കുക. അതിനുശേഷം നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയുകയോ അല്ലെങ്കിൽ കോട്ടൺ വെള്ളത്തിൽ മുക്കി നന്നായിട്ടൊന്ന് തുടച്ച് കളയുകയോ ചെയ്യാം. ഒരല്പനേരം ഇട്ടപ്പോഴത്തേന് തന്നെ നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നതാണ്. അതുപോലെ നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന പാക്കാണ്. ഇനി മിക്സിയുടെ അതേ ജാറിലേക്ക് തന്നെ നമ്മൾ പഴം അടിച്ചെടുത്ത് അതേ ജാറിലേക്ക് തന്നെ തൊലി കൊണ്ടിട്ടുള്ള ഒരു സ്ക്രബ്ബറാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സ്ക്രബ്ബർ ഡെയിലി യൂസ് ചെയ്യേണ്ടതെന്നില്ല. നമുക്ക് പഴത്തൊലി നന്നായിട്ട് വാഷ് ചെയ്ത പഴത്തൊലി ആയിരിക്കണം. അതുപോലെ പഴത്തൊലിയുടെ ഭാഗം കൊണ്ട് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് പണ്ട് നമ്മുടെ മുത്തശ്ശിമാരുടെ കാലം തൊട്ട് തന്നെ എല്ലാവർക്കും കേട്ടുകേഴ്വി ഉള്ളതാണ്. പഴമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അമ്മൂമ്മമാരൊക്കെ സാധാരണ പറയാറുണ്ട്, പഴത്തൊലി കളയരുത്, പഴത്തൊലി മുഖത്തേക്ക് അങ്ങ് തേച്ചോളാം. അങ്ങനെ തേക്കുന്ന ഒത്തിരി അമ്മൂമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ അറിയാമയ്യാത്തവർ ഇതുകൂടി ഒന്ന് നോക്കുക. നമ്മൾ പഴമൊക്കെ കഴിച്ചതിന് ശേഷം പഴത്തൊലിയുടെ ഭാഗം ഇതുപോലെ എടുത്ത് മുഖത്തും കഴുത്തിലും കൈകളിലും ഒക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. സ്കിൻ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നതിനും മുഖക്കുരു മാറാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇനി നമ്മുടെ സ്ക്രബ് എന്താണെന്ന് നോക്കണ്ടേ. സ്ക്രബിനായിട്ട് ഞാൻ നേരത്തെ പഴത്തൊലി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ അളവിലുള്ള അരിപ്പൊടി. പിന്നീട് നമുക്കിതിൻ്റെ കൂടെ വേണ്ടുന്നത് തൈരാണ്. തൈര് 1-1.5 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർക്കാം. അതായത് ഇതൊന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിനുള്ള തൈര് ഉപയോഗിക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇത് നല്ലൊരു സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി സ്ക്രബ്ബർ ഡെയിലി ഉപയോഗിക്കേണ്ടതെന്ന് ആവശ്യമില്ല. 2-3 ദിവസം കൂടുമ്പോൾ ഉപയോഗിച്ചാൽ മതി. അപ്പം ഈ സ്ക്രബ്ബർ തന്നെ ഉപയോഗിച്ചതിന് ശേഷവും പഴത്തിൻ്റെ ആദ്യം കാണിച്ച പാക്ക് ഇടാവുന്നതാണ്. സ്ക്രബ്ബർ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്തും കഴുത്തിലുമൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുക. അരിപ്പൊടി ചെറിയ തരിയുള്ള അരിപ്പൊടി എടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമ്മൾ സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം അതിനെ ഒരു പാക്കായിട്ട് തന്നെ ഉണങ്ങാൻ അനുവദിക്കുക. ഒരു 15 മിനിറ്റ് എങ്കിലും. 15 മിനിറ്റ് നന്നായിട്ടൊന്ന് ഉണങ്ങി ഒരു ഡ്രൈനെസ് പോലെ തോന്നിക്കുന്ന ആ ഒരു സമയത്ത് വീണ്ടും കൈ നനച്ച് മുകളിലൂടെ വീണ്ടും ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പം പാക്ക് ഇടുമ്പോൾ ഇത് പഴമൊന്നും ആർക്കും അലർജിയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ തൈരൊക്കെ അലർജി ഉള്ളവരാണെങ്കിൽ മാത്രം ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം കൈകൊണ്ട് വീണ്ടും ഒന്ന് മസാജ് ചെയ്തെടുത്തതിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. നല്ല ഉഗ്രൻ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു സ്ക്രബ്, നല്ലൊരു പാക്ക് വേണം.
വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെയും ലൈക്ക് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ തരുന്ന ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് കിട്ടുന്ന ഓരോ പ്രോത്സാഹനമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ല ബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.